നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു റെസിപ്പി വീഡിയോ ആണ്. പാസ്ത വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം പാസ്ത എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ മിക്കവാറും കുട്ടികളൊക്കെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുറത്ത് പോയിട്ട് കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമുക്ക് മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ വൈറ്റ് സോസ് വെച്ചിട്ടുള്ള പാസ്ത കേട്ടോ, വൈറ്റ് സോസ് പാസ്തയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി എന്ന് തന്നെ പറയാം. കാരണം ചീസ് ഉണ്ട്, ബട്ടർ, അതുപോലെ തന്നെ പാലൊക്കെ ഒഴിച്ചിട്ടുള്ളതാണ്. പിന്നെ നമുക്കറിയാലോ കുക്കിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഒന്നും അധികമില്ല. പാസ്ത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുക്കാവുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുക്കില്ല. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് പൊതുവേ കുട്ടികൾക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് വെജിറ്റബിൾസും അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ ഒരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ട്. പാസ്ത ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനൊരു 5 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പാസ്ത എടുത്തിരിക്കുന്നത് 2 കപ്പാണ്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ആദ്യം. അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം ഒഴിക്കണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി ഓയിൽ ഒഴിക്കാം. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് കുക്കായിട്ട് വരണം. കുക്കായി വരിക എന്ന് പറയുമ്പോൾ ഒരു 3/4 ഭാഗം കുക്കായാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ സോസിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ ഏതാണ്ട് കുക്കായുണ്ട് കേട്ടോ, ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്നെടുത്ത് ജസ്റ്റ് കത്തി വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി, ഇങ്ങനെ വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറച്ച് സാധാരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം ചൂടുള്ളതുകൊണ്ട് ഇനിയും വേവാതിരിക്കാനാണ്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് സോട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്കിപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സവാള, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞത്. അപ്പം നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ്, കോൺ ഉണ്ടെങ്കിൽ കോൺ, അല്ലെങ്കിൽ ഗ്രീൻ പീസ്, ബീൻസ്, എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസ് ഇങ്ങനെ ചേർക്കുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഈ 3 ഇട്ടുള്ളത്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിങ്ങനെ വഴറ്റി കൊടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, ഒരുപാട് അധികമൊന്നും പിന്നെ കളറൊന്നും മാറി വരണ്ട. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം ഇട്ടാൽ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ, കാരണം കളറൊന്നും മാറി വരണ്ട. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മതി, കാരണം പാസ്തയിലൊക്കെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. എനിക്കിപ്പം ബ്ലാക്ക് പെപ്പർ ആണുള്ളത്, അതുകൊണ്ട് അതാണ് ചേർക്കുന്നത്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പെപ്പർ ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പം അതൊക്കെ എത്ര വേണമെന്നുള്ള അളവ് നോക്കി ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ വേണമെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇവിടെ നിൽക്കട്ടെ. അടുത്തത് നമ്മൾ പാസ്ത സോസ്, അതായത് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പം അവസാനം മാത്രമാണ് ഉണ്ടാക്കുക, കാരണം പിന്നെ അത് കട്ടിയായി പോകും. അപ്പോൾ എല്ലാം റെഡി ആയിട്ട് പാസ്ത അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ സോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ സോസ് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഒരു പാൻ വെച്ചു. അതിലോട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ 4 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വലാണ്, അതായത് എത്രയാണ് ബട്ടർ ഇടുന്നത് അത്രയും തന്നെ നമ്മൾ മൈദയും ചേർത്ത് കൊടുക്കും. വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ മൈദ വേണം. അപ്പം സാധാരണ ഒരേ അളവിലാണ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കാം. ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇത് 4 ടേബിൾ സ്പൂൺ ആണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്
ഒന്ന് നന്നായിട്ട് എന്താ പറയുക ഇതിൽ മിക്സ് ചെയ്ത് ഇതിൻ്റെ മൈദയുടെ ആ പച്ചക്കുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ഒന്ന് വെന്ത് വരണം. അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരു 3 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു മൈദയൊക്കെ വെന്ത് വരേണ്ട ആ സമയമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ്. 2 കപ്പ് പാലാണ് ഒഴിക്കുന്നത്. അപ്പം അതിന് ഇളക്കി കൊടുത്ത് ഇനി ഇതൊന്ന് കട്ടിയായിട്ട് വരണം. പാല് കട്ടിയായിട്ട് വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരുപാട് അങ്ങ് കട്ടിയായിട്ട് വരണ്ട, കാരണം നമുക്ക് എല്ലാ ഈ പാസ്തയിൽ മൊത്തമായിട്ട് പിടിക്കേണ്ടതല്ലേ. അപ്പോൾ അതൊന്ന് നോക്കാം, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നോക്കണം. നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ആകെ 1 മിനിറ്റൊക്കെ ഇളക്കി കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവുണ്ടല്ലോ, നമ്മൾ ഇളക്കുന്ന ആ ഒരു സ്പൂണിൽ പിടിക്കുന്ന ആ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതാണ് നല്ലത്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹെർബ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഓർഗാനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സീസണിങ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ആണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുമ്പം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാം, കാരണം ഇനിയും വെക്കും തോറും അത് കട്ടിയായിക്കൊണ്ടിരിക്കും. അപ്പം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലോട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ചീസ് ഏത് ചീസായാലും മതി, ഇത് ഓപ്ഷണലാണ്. എത്ര അളവ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആ ഒരു പരുവാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ചീസ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഒന്നും സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല, അത് നോക്കുക. ഈ ഒരു പരുവത്തിലാവും. ഫുള്ളായിട്ട് സോസൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവണം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, അതിന് സ്റ്റവ് ഓഫ് ചെയ്തൊന്നു. ഈ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നല്ല ചൂടായ പാലുണ്ടാവില്ല, ചൂടായ പാല് ഒഴിച്ചു കൊടുക്കാം. പാലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അത് നമുക്ക് തിക്നെസ് വേണ്ടതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ സാധാരണ ലാസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, ആദ്യമേ കൂടുതൽ പാൽ എടുക്കാറില്ല, കാരണം അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പം ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് സിമ്മിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഒരു മിനിറ്റ് ഒന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പാസ്തയിൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ട് വരും. നമ്മളിപ്പം സോസിൽ പ്രത്യേകിച്ച് ഇത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചീസിൽ ഉപ്പുണ്ട്. പിന്നെ നമ്മളെ വെജിറ്റബിൾസിൽ അതുപോലെ തന്നെ പാസ്ത കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സോൾട്ട് ചേർത്തിട്ടാണ്. അപ്പോൾ നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ്. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് കറക്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. ചീസൊക്കെ നല്ല മെൽറ്റായിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വയറ് ഫുള്ളാവും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ കുട്ടികൾ അതൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.